ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അപ്ഡേഷൻ വീഡിയോയുമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ബൊഗെയിൻവില്ലയുടെ റീപോട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ബൊഗെയിൻവില്ലയുടെ റീപോട്ടിംഗ് വീഡിയോയിൽ നമ്മൾ ഒരു പ്ലാന്റ് നമുക്ക് ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ റീപോർട്ട് ചെയ്യണം, അതിന് വേണ്ട സോയിൽ തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയതെല്ലാം നമ്മൾ അതിനകത്ത് കണ്ടിരുന്നു. പിന്നെ ഒരു പോട്ടിൽ നിന്നും നമ്മൾ അതിൻ്റെ റൂട്ട് ബോളിനൊന്നും ഇളക്കം തട്ടാതെ എങ്ങനെ നമുക്കതിനെ ഇളക്കിയെടുക്കാം, ഇതെല്ലാം തന്നെ നമ്മൾ വിശദമായിട്ട് അതിനകത്ത് നോക്കുകയുണ്ടായി. ഇന്നിപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം ഒരു അന്നത്തെ നമ്മൾ റീപോർട്ട് ചെയ്ത ബൊഗെയിൻവില്ലയുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതായിരുന്നു അന്ന് റീപോർട്ട് ചെയ്ത ബൊഗെയിൻവില്ല. നമ്മളിതുപോലെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് ആവശ്യമില്ലാത്തതെല്ലാം ഉണങ്ങിയ കമ്പുകളും ഒക്കെ കട്ട് ചെയ്ത്, അന്ന് ലീഫ് ഒന്നും ഉണ്ടായിരുന്നില്ല, പലതിലും ഉണങ്ങിയ കമ്പുകളും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ആ പ്ലാന്റുകൾ. അപ്പം അതൊക്കെ നമ്മൾ ഉണങ്ങിയ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റി നമ്മളത് വൃത്തിയാക്കിയതിന് ശേഷം നല്ല പോട്ടിംഗ് മിക്സറൊക്കെ തയ്യാറാക്കി അത് റീപോർട്ട് ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് 2 ആഴ്ചയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതിൻ്റെ അവസ്ഥയൊന്ന് നോക്കാം. നോക്കൂ, നിറയെ നല്ല തളിർപ്പുകളെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ ഓരോ പൂക്കളും വന്നിട്ടുണ്ട്. നിറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിയ നാമ്പുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാ ചെടികളും നല്ല ഭംഗിയായി തന്നെ കിളിർത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മുടെ തിമ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതിലൊന്നും ഒട്ടും ഇലയുണ്ടായിരുന്നില്ല, 1-2 ഇലയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു വൈറ്റ് ശുഭ്ര എന്ന് പറഞ്ഞ വൈറ്റ് വെറൈറ്റിയാണ്. നല്ല ബുഷായിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു. അത് ഓവറായിട്ട് വളർന്ന് കുറേ കമ്പുകളൊക്കെ ഇതിൻ്റെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ബാക്കി നല്ല കമ്പുകളൊക്കെ ഒതുക്കി നല്ല ഷേപ്പിൽ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചുമന്ന ടാഗ് കാണുന്നതൊക്കെ ഞാൻ അതിനെ വലിയ കമ്പുകളെ ഒന്നും കട്ട് ചെയ്ത് മാറ്റി കളയാതെ വളച്ചൊക്കെ കെട്ടി വെച്ചിരിക്കുന്നതാണ്. ഉണ്ടോ, നല്ല തളിർപ്പുകൾ നിറയെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടുത്ത നമ്മുടെ മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വളങ്ങളൊക്കെ നൽകി നല്ല ഒരു പ്ലാന്റാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക, കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതുപോലെ ഈ വിഷയങ്ങൾ ചെടികളും ഒക്കെ ആയിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക് യു.